ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയായ പ്രിയപ്പെട്ട ജോൺസൺ കല്ലിട്ടതിൽ അച്ഛൻ, ഈ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഗീവർഗീസ് ജോൺ അച്ഛൻ, ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻ സെക്രട്ടറി, ഇപ്പോൾ പ്രോഗ്രാം കോർഡിനേറ്ററുമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട എബി ഫിലിപ്പ് അച്ഛൻ, ഈ പ്രസ്ഥാനത്തിൻ്റെ ട്രഷറർ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പ്രിയപ്പെട്ട ഡോക്ടർ ഐസക് സാറ്, അതുപോലെ തന്നെ എൻ്റെ സ്വന്തം ഇടവകയുടെ വളഞ്ഞോട്ടം ഇടവകയുടെ മുൻ വികാരി, എൻ്റെ ഒരു സ്നേഹിതന് ഒക്കെയായ പ്രിയപ്പെട്ട കുരുവിളയച്ഛൻ, നരകംപള്ളിയുടെ വികാരി, എന്നോട് ഒരുപാട് സ്നേഹവും അടുപ്പവുമുള്ള ബഹുമാനപ്പെട്ട ഉമ്മനച്ഛൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മാന്യരെ, മാതാപിതാക്കന്മാരെ, ഒരുപാട് വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ പ്രത്യേകമായി സ്നേഹവന്ദനം ഈ സമയത്ത് അറിയിക്കും. ഈ സമ്മേളനത്തിന് വരുവാൻ, ഇതിൽ സംബന്ധിക്കാനും ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം ഞാനും ഒരു അധ്യാപകനാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 28 വർഷത്തിൽ അധികം യൂണിവേഴ്സിറ്റിയിലും കോളേജിലും ഞാൻ അധ്യാപകനായിരുന്നു. ഐസക് സാറും ഒക്കെ എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുപാട് പരീക്ഷയൊക്കെ നടത്താനുമൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു സുഹൃത്താണ് സാർ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വിഷയം ഒന്നാണ് സുവോളജി, ജന്തുശാസ്ത്രം. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ബയോളജിയാണ് സാറും എനിക്ക് തോന്നുന്നത്. ഞാനും ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ബയോളജിയാണ്. ഞാൻ ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഗൈഡാണ്. ഇപ്പോഴും എൻ്റെ കീഴിൽ 2 കുട്ടികൾ PhD ചെയ്യുന്നുണ്ട്. സാറിൻ്റെ കീഴിൽ ഒരുപാട് പേര് PhD ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ കുട്ടികൾക്ക് PhD ഡോക്ടറേറ്റ് ചെയ്യാനുള്ള ഗൈഡൻസും ഒക്കെ കൊടുക്കുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഗൈഡാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഒരു അധ്യാപകൻ എന്നിൽ വളരെ സജീവനായിട്ട് നിൽപ്പുണ്ട്. മെത്രാച്ചനായെങ്കിലും ഞാൻ പ്രവർത്തിക്കുന്ന കൽക്കട്ട ഭദ്രാസനത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, 22-ലധികം ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. നാഗ്പൂർ മുതൽ നാഗാലാൻഡ് വരെ 10 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ ഒരു അധ്യക്ഷൻ ഞാൻ ഭദ്രാസനത്തിൻ്റെ ആയിട്ട് ഭദ്രാസനത്തിൻ്റെ കീഴിലും മിഷൻ്റെ കീഴിലുമുള്ള സ്കൂളുകൾ ധാരാളമുണ്ട്. അപ്പം ഇവിടെ എല്ലാം പിള്ളേരെയൊക്കെ കാണാൻ പോകും, ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുക്കും. അപ്പം ഇന്നും കുഞ്ഞുങ്ങളെ കാണാൻ കിട്ടിയത് എനിക്ക് വലിയ സന്തോഷം. സോ ഐ ഓൾവേസ് ഫീൽ ഹാപ്പി ടു ബി വിത്ത് യങ് ചിൽഡ്രൻ. കാരണം ഈ വയസ്സന്മാരുടെ അടുത്ത് പോയാൽ നമ്മുടെ ഉള്ള എനർജിയോട് അങ്ങോട്ടൊക്കെ പോകും. ഈ നിങ്ങൾ ഓസ്മോസിസ് എന്നൊരു തത്വം കേട്ടിട്ടുണ്ടല്ലോ, അറിയത്തില്ല? ഡിഫ്യൂഷൻ, ഓസ്മോസിസ് പഠിച്ചിട്ടില്ല? അയ്യോ, ഉണ്ട്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ദ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് ഡിഫ്യൂഷൻ. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാലോ the movement of particles from a region of higher concentration to a region of lower concentration through a semi-permeable membrane. പോട്ടെ, ഞാനിപ്പോൾ സയൻസ് പഠിപ്പിക്കാനായിട്ട് പോകല്ല. അപ്പോൾ 2009 ഞാൻ മെത്രാച്ചനായ സമയത്ത് കോളേജിൽ നിന്ന് VRS എടുത്ത സമയത്ത് കേരളത്തിലെ പ്രഗത്ഭ അധ്യാപകൻ്റെ
അവാർഡും ഒക്കെ കിട്ടിയതാണ്. അപ്പം ഞാനൊരു അധ്യാപകനാണെന്നാണ് പറഞ്ഞത്, എൻ്റെ പൊങ്ങച്ചൻ പറയാൻ പറഞ്ഞതല്ല കേട്ടോ. അപ്പോൾ ഞാനും ഒരു അധ്യാപകനാണ് ആ നിലയിൽ. അപ്പോൾ ഈ വയസ്സന്മാരുടെ അടുത്ത് പോയാൽ വയസ്സന്മാരെക്കാൾ കൂടുതൽ ഊർജം നമുക്കുള്ളത് കൊണ്ട് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ, അപ്പം നമ്മളിൽ നിന്നുള്ള ഊർജം കൂടെ വയസ്സന്മാരിലേക്ക് അങ്ങ് പോകും. നമ്മൾ ആ പാടെ ഉള്ള ഊർജം കൂടെ പോയി ഉണക്കടിച്ച് പോരുകയും ചെയ്യും. ബട്ട് contrary, if you are going into the children, young children with so much of energy, ഒരുപാട് ക്വാണ്ടം ഓഫ് എനർജി നിങ്ങളിലുണ്ട്. അപ്പോൾ എനർജി കൂടുതലുള്ള നിങ്ങളിലേക്ക് ഞാൻ വന്നാൽ ഡിഫ്യൂഷൻ്റെ തത്വം അനുസരിച്ച് എന്തോ ചെയ്യും? നിങ്ങളിൽ നിന്ന് എനർജി വയസ്സനായി എനിക്ക് കിട്ടും. അതുകൊണ്ടാണ് ഐ ഓൾവേസ് like to be among young budding and growing children. അപ്പം അതുകൊണ്ട് ആ പിള്ളേരുടെ അടുത്ത് പോകാനാണ് വലിയ ഇഷ്ടം. കാരണം മനസ്സിലായല്ലോ, തത്വം മനസ്സിലായല്ലോ. എനിക്ക് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട ഊർജം കുറച്ചുകൂടെ നിങ്ങളിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് കുട്ടികളുടെ ഇടയിലേക്ക്, യൂത്ത്സിൻ്റെ യങ് പീപ്പിൾ ഇടയിലേക്ക് പോകുവാൻ ഒരുപാട് താല്പര്യമുള്ളത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ സാധിച്ചത് വലിയ സന്തോഷവും അല്പം പ്രയോജനവും എനിക്കുണ്ട്. മാത്രമല്ല പടമാടൻ സാറിനെ എനിക്കറിയാം, സാറും എൻ്റെ ഒരു സുഹൃത്താണ്. സാറിൻ്റെ പ്രസംഗം കേൾക്കുകയും ചെയ്യാം. അപ്പം അംഗവും കാണാം, ബാക്കി എങ്ങനെയാണ് താളിയും ഒടിക്കാം. ഇതാണ് ഇന്ന് ഇവിടെ വരുവാനായിട്ട് എനിക്ക് ഇടയായ സന്തോഷം. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ അങ്ങ് പറയാം, 2 റിക്വസ്റ്റ്. കാരണം അല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങ് മറന്നു. ഉത്തരേന്ത്യയിൽ നിങ്ങളിപ്പം പഠിച്ചു കഴിഞ്ഞൊക്കെ നല്ല മിടുക്കന്മാരായി കഴിയുമ്പോൾ ഉത്തരേന്ത്യയിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള സന്യസ്തരായി, എൻ്റെ കൂട്ട് സന്യസ്തരായി മുഴുവൻ സമയം ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച് ജീവിപ്പാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുമേനോട് പറയണം. തിരുമേനി കൊണ്ടുപോയി പഠിപ്പിച്ചോളാം. അവിടെ സ്കൂള്, കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് ആൻഡ് എല്ലാം ഉണ്ട് കേട്ടോ. പഠിപ്പിച്ച് മിടുക്കന്മാരാക്കി. ചിലപ്പോൾ അറിയത്തില്ല, വന്ന് ഇനി ഭാവി ചിലപ്പോൾ എൻ്റെ വില്ലാമിയായിട്ട് അവിടുത്തെ ഒരു മെത്രാച്ചനാവുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് കല്യാണം കഴിച്ച് തെന്നാരി പോയി അച്ഛന്മാർ ഇഷ്ടം പോലെ ഉണ്ട്, ഇടിച്ചു കയറുക. പക്ഷേ പരിപൂർണ സമർപ്പണ ജീവിതത്തിൽ പഠിച്ച് മിടുക്കന്മാരായി സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്മനസ്സുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ തിരുമേനോട് പറയാം. പെൺകുഞ്ഞുങ്ങൾ കേട്ടോ, നല്ല സിസ്റ്റർമാരായി, പഠിച്ച് മിടുക്കികളായി, ഇവിടെ സ്കൂളും കോളേജും ഒക്കെ ഉണ്ട്, പ്രിൻസിപ്പളൊക്കെ ആകാം കേട്ടോ. പഠിച്ച് മിടുക്കികളായി നല്ല സിസ്റ്റേഴ്സൊക്കെ ആയി നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള പെൺകുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. തിരുമേനി കൊണ്ടുപോയി പഠിപ്പിച്ചോളാം കേട്ടോ. നല്ല രീതിയിൽ പഠിപ്പിച്ച് മിടുക്കുകളാക്കി സിസ്റ്റേഴ്സൊക്കെ ആക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള പെൺകുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുമേനി പോകുന്നതിന് മുമ്പ് പറയണം കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആദ്യമേ അങ്ങ് വെക്കുക. ഒരു റിക്വസ്റ്റ് കൂടെ, റിക്വസ്റ്റ് അല്ല, നിങ്ങളോടൊരു പറയാമെന്ന് മാത്രമേ. അവിടെ നമുക്ക് ബിലായിൽ നമുക്കൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. സാധാരണ എഞ്ചിനീയറിംഗ് കോളേജല്ല, വലിയ എഞ്ചിനീയറിംഗ് കോളേജാണ് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള വലിയ ക്യാമ്പസും ഒക്കെ ഉള്ള ഞാൻ താമസിക്കുന്ന ക്യാമ്പസിൽ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ NGOs വളരെ ആക്റ്റീവാണ്. എല്ലാ ദിവസവും സന്ധ്യപ്രാർത്ഥനയുണ്ട്, ഞാനും അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ തിരുമേനി ഫ്രീ ആയിട്ട് അഡ്മിഷൻ തരാം കേട്ടോ. ഫ്രീ ആയിട്ട് അഡ്മിഷൻ തരാം. പക്ഷേ ഒരു കണ്ടീഷൻ, ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതണം. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതി വലിയ മെറിറ്റൊന്നും വേണ്ട. പക്ഷേ 100ൽ 36 മാർക്ക്, AC ട്രിപ്പിൾ എന്നാണ് അതിന് പറയുന്നത്. 100ൽ 36 മാർക്ക്, ഫിസിക്സ്, മാത്സ് ആൻഡ് കെമിസ്ട്രി, ഇതിന് 3നും കൂടെ ചേർന്ന് 100ൽ 36 കിട്ടിയാൽ മതി. അപ്പം 100ൽ 36 മാർക്ക് വാങ്ങിക്കുന്ന ഓൾ ഇന്ത്യ ടെസ്റ്റിൽ ആരുണ്ടെങ്കിലും തിരുമേനി ഏത് വിഷയത്തിന് വേണേൽ അഡ്മിഷൻ, മെക്കാനിക്കൽ വേണേൽ മെക്കാനിക്കൽ തരാം, ഏത് വേണേലും തരാം കേട്ടോ. ഫ്രീ ആയിട്ട്, ഒരു ഡൊണേഷനുമില്ല. നോട്ട് ഇവന്, കാരണം നമ്മുടെ കോളേജ് ദേവദോസ്തിന് തുടങ്ങിയ കോളേജാണ്. അവിടെ നല്ലൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്.
ഹോസ്റ്റലുണ്ട്, നല്ല ഭംഗിയായിട്ട് അവിടെ പഠിക്കാം. ആരെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തിരുമേനോട് പറയണം കേട്ടോ. അവിടെ സർക്കാരിൻ്റെ ഫീസ് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ, അവിടെ താമസിക്കാം. അതിന് ആ കാര്യവും ഞാനിവിടെ പേരൻസും ഉണ്ട് നിങ്ങളോട് പറയുന്നു. ഇഫ് എനിബഡി ഈസ് ലൈക്കിംഗ് പ്ലീസ് ഇൻഫോം മീ ആൻഡ് എൻക്വയർ മീ. അത് ഒരവസരമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് അല്ലെങ്കിൽ മറന്നു, അതുകൊണ്ട് ആദ്യമേ അതൊക്കെ പറഞ്ഞെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ അഖില മലങ്കര പ്രാർത്ഥനാ യോഗം അഭിവന്യനായ എപ്പിഫാനോസ് തിരുമേനിയുടെ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷിപ്പിൽ നടത്തുന്ന ഈ പ്രാർത്ഥനാ യോഗത്തിൻ്റെ കെയർ ഓഫിലാണ് ഇന്നത്തെ ഈ പരീക്ഷ മാർഗനിർദ്ദേശ ക്ലാസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏറ്റവും അനുയോജ്യമായ ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും പരീക്ഷക മാർഗനിർദ്ദേശ ക്ലാസ് ഇതുപോലെ ക്രമീകരിച്ച പ്രാർത്ഥനാ യോഗത്തിൻ്റെ എല്ലാ ചുമതലക്കാരോടും ഹൃദയംഗമായ നന്ദി, സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇവിടെ ദൂരദേശങ്ങളിൽ നിന്ന് ഇതിനായി എത്തിപ്പെട്ട മാതാപിതാക്കന്മാരെയും വാത്സല്യമുള്ള കൊച്ചു കൂട്ടുകാരെയും തിരുമേനി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. ഒരു ദിവസം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സാന്നിധ്യത്തിൽ പൊന്നേശു തമ്പുരാന്റെ തൃപ്പാദത്തിലിരുന്ന ജീവിതത്തെക്കുറിച്ച് ഒരു ഓറിയന്റേഷനും പരീക്ഷയെക്കുറിച്ച് എങ്ങനെ ഹൗ ടു റൈറ്റ് ദി എക്സാം ഇൻ എ വെരി സക്സസ്ഫുൾ വേ, എങ്ങനെ എഴുതാമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഡയറക്ഷനും ലഭിക്കാൻ തക്കവണ്ണം ഈ മീറ്റിംഗ് തികച്ചും സന്തോഷകരമാണ് എന്നുള്ള കാര്യം ആദ്യമേ ഞാൻ അറിയിക്കും. ഞാൻ പ്രത്യേക ഒരു വിഷയം എടുത്തൊന്നും ക്ലാസ് എടുക്കുന്നില്ല. ക്ലാസ് എടുക്കാൻ തുടങ്ങിയ മണിക്കൂർ അങ്ങനെ പോകും. അതുകൊണ്ടൊരു പ്രത്യേക കാരണം എന്നോട് ജോൺസൺ അച്ഛൻ പറഞ്ഞു, പടമാടൻ സാറ് ഓൺ ദ വേ ആണ് സാർ, ഇപ്പോൾ ഉടനെ എത്തും, സാർ വരുന്നവരെ ഇനി പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറിനെ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സാർ വരുന്നവരെ ചില കാര്യങ്ങൾ ഞാൻ കൊച്ചു കൂട്ടുകാരുമായി പങ്കിടാം. ഒന്നാമത് ശ്രദ്ധിച്ചിരിക്കണം, എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കണം കേട്ടോ. ഒന്നാമത് ജീവിതത്തിൽ ഒരു ടാർഗറ്റ് നമുക്കുണ്ടായിരിക്കും. വി ഷുഡ് ഹാവ് എ ടാർഗറ്റ് ഇൻ ലൈഫ്, ഒരു ലക്ഷ്യം. ഈ ലക്ഷ്യം ദൈവത്തിൽ സമർപ്പിതമായ ലക്ഷ്യമായിരിക്കണം. സോ ദാറ്റ് ടാർഗറ്റ് ഷുഡ് ബി ഗോഡ് ഡെഡിക്കേറ്റഡ് വൺ. അല്ലാതെ out of selfish goals, out of selfish motives നിങ്ങൾ എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്താൽ ഫെയിലിയറായി. മനസ്സിലായി? ജീവിതത്തിൽ ഒരു ലക്ഷ്യം. അതെങ്ങനെയാണ് ലക്ഷ്യം ഉണ്ടാക്കേണ്ടത്? വ്യക്തിപരമായ പേഴ്സണൽ പ്രയർ നിങ്ങൾക്കുണ്ടാകണം. നമ്മൾ വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു ഒക്കെ ചെയ്യുന്നു. അതല്ലാതെ you should have a personal life and contact with the Lord. യേശുവിനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? ജീസസ് ഷുഡ് ബി യുവർ ക്ലോസസ്റ്റ് ഇന്റിമേറ്റ് ഫ്രണ്ട്. യേശുവിനെ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ടായിട്ട് സ്നേഹിക്കുന്ന, കരുതുന്ന കുഞ്ഞുങ്ങളെന്ന് കൈവയ്ക്കുക. Raise your hand, please. Okay, I'm very happy that most of, except few, all of them are agreeing. Please put down your hands. Okay. അപ്പോൾ ഇതാണ് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത ഇന്റിമേറ്റ് ഫ്രണ്ട്. എല്ലാ രഹസ്യങ്ങളും പറയുന്നൊരു ഫ്രണ്ട് കാണത്തില്ല. അതുപോലെയുള്ളൊരു ഫ്രണ്ടായിട്ട് ആരെ എടുക്കണം? യേശു. നിങ്ങളുടെ പരാജയങ്ങളും നിങ്ങളുടെ തെറ്റുകളും കൊച്ചു കൊച്ചു കുസൃതികളും എല്ലാം ഈ ഫ്രണ്ടിനോട് പറയണം. ഏത് ഫ്രണ്ടാ? ജീസസ്, ദ ക്ലോസസ്റ്റ് ആൻഡ് ദ ഇന്റിമേറ്റ് ഫ്രണ്ട്. യേശുവിനെ അങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ടായിട്ട് കൂടെ കൊണ്ട് നടക്കണം. ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടെക്നിക്ക് എന്തോ നിങ്ങൾക്കറിയാമല്ലോ.
മൊബൈലിൽ കൂടെ 24 മണിക്കൂറും വിളിക്കുക, പിന്നെ കൂടുതൽ വല്ലപ്പോഴും ഒക്കെ മിസ് കോൾ കൊടുക്കുക, ഇതൊക്കെ അല്ലേ? അപ്പോൾ യേശുവിനെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ട് കൊണ്ട് നടക്കാനുള്ള ടെക്നിക്ക് എന്താ? വാട്ട് ഈസ് ദ ടെക്നിക്ക്? 2 ടെക്നിക്ക്. ഒന്ന്, കോണ്ടാക്ട് മാക്സിമം പോസിബിൾ വിത്ത് ജീസസ്. ഇപ്പൊ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ എപ്പോഴും നമ്മൾ എന്തോ ചെയ്യും? വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് കോണ്ടാക്ടിങ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഓൾവേസ്. വല്ലപ്പോഴും ഒക്കെ ചുമ്മാ ഒന്ന് വിളിച്ചാൽ ഹലോ എന്തുകൊണ്ട് വിജയണം എന്നൊക്കെ ചോദിച്ചു വെക്കുന്ന ഒരു സാധാ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ തിരുമേനിയായി ഇപ്പം പോകുന്നിടത്ത് എത്രയോ ആളുകളുണ്ട്, എല്ലാവരും ഇപ്പം എപ്പോഴും വിളിക്കാൻ പറ്റും. പിന്നെ ചെല്ലുമ്പോൾ കാണുമ്പോൾ എന്തുകൊണ്ട് വിജയം ഇതുമായിട്ടിരിക്കുന്നു. ഇതല്ല, അത് നമ്മുടെ സാധാ ഓർഡിനറി ഫ്രണ്ട്സ്. ഈ ജീസസ് അങ്ങനെയല്ല. ജീസസ് 24 hours എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ടായിട്ട് മാറണം. ചെയ്യുമല്ലോ. കോണ്ടാക്ട് ദ ലോർഡ് മാക്സിമം പോസിബിൾ. എത്രമാത്രം കോണ്ടാക്ട് ചെയ്യാമോ അത്രയും കോണ്ടാക്ട്. അപ്പം ജീസസ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും. വൺസ് യു സ്റ്റാർട്ട് കോണ്ടാക്ടിങ് ജീസസ് മാക്സിമം, ജീസസ് വിൽ ഓൾസോ കോണ്ടാക്ട് യു മാക്സിമം. അച്ഛാ വൃത്തന്റെ സമയത്ത് പറഞ്ഞേക്കണേച്ചാ. അപ്പോ ഇതാണ് ഒരു ടെക്നിക്ക്. രണ്ടാമത്തെ ടെക്നിക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട് ആണെങ്കിൽ എപ്പോഴും ഇഷ്ടമുള്ള ഫ്രണ്ടിനെ എന്തോ ചെയ്യും? ലൈക്ക് ചെയ്യാൻ, ഈ ഫ്രണ്ടിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്തോ ചെയ്യും? ശ്രമിക്കില്ല. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രണ്ടാണെങ്കിൽ അവൻ പറഞ്ഞാൽ കേൾക്കും, അല്ലെ അവൾ പറഞ്ഞാൽ കേൾക്കും, അല്ലെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പിണങ്ങത്തില്ല, പിണങ്ങും. അപ്പൊ യേശുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുക, പ്രവർത്തിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ അല്ല, ഒരുപാടൊന്നും ചെയ്യണ്ട. അപ്പൊ എന്തൊക്കെയാ യേശുവിനെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂടെ കൊണ്ട് നടക്കാൻ എളുപ്പ വഴി? 2 വഴി. ഒന്ന്, കോണ്ടാക്ട് ത്രൂ പ്രയർ ജീസസ് മാക്സിമം പോസിബിൾ. എത്ര നമ്പർ എന്ന് ഞാൻ പറയുന്നില്ല, മാക്സിമം പോസിബിൾ. നമ്പർ 1. അയ്യോ, ഇതൊക്കെ ഒന്ന് കുറിച്ച് വെച്ചാട്ടെ, തിരുവേലി പറയുന്നൊക്കെ. അപ്പൊ കോണ്ടാക്ട് യുവർ ലോർഡ് ത്രൂ പ്രയർ മാക്സിമം പോസിബിൾ. നമ്പർ 1. നമ്പർ 2, ഡു ആൻഡ് സ്പീക്ക് as Jesus like. Do and speak as Jesus like. യേശു ഇഷ്ടപ്പെടുന്നത് പോലെ വർത്താനം പറയുക, പ്രവർത്തിക്കുക. ഇത്രയും ചെയ്താൽ മതി. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പാണ്, ഐ എം ഗിവിംഗ് ഗ്യാരണ്ടി that Jesus become your closest and intimate friends. യേശു ഇന്റിമേറ്റ് ഫ്രണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ലതും കുഴപ്പമുണ്ടോ? അതുകൊണ്ട് സോ ദിസ് ഈസ് യുവർ മേക്ക് ജീസസ് യുവർ ഇന്റിമേറ്റ് ആൻഡ് ക്ലോസസ്റ്റ് ഫ്രണ്ട്. അപ്പോ ഈ യേശുവിനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയണം. യേശുവെ, എനിക്കൊരു ഡോക്ടർ ആകാൻ ഇഷ്ടമുണ്ട്, എനിക്ക് ഇന്നതാകാൻ ഇഷ്ടമുണ്ട്, എനിക്കൊരു അച്ഛനാകാൻ ഇഷ്ടമുണ്ട്, എനിക്ക് അതാകാൻ ഇഷ്ടമുണ്ട്. അപ്പം യേശുവിൻ്റെ മുൻപിൽ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം, നിങ്ങളുടെ ദർശനം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കും. നിങ്ങളുടെ രഹസ്യമെല്ലാം ഫ്രണ്ടിനോട് പറയത്തില്ല. അതുപോലെ എന്തോ ചെയ്യണം? ഭാവിയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹം, സങ്കല്പം, ഇഷ്ടം, ഇതെല്ലാം ആരോട് പറയണം? യേശുവോട് പറയണം. അപ്പൊ യേശു വേണ്ടാത്തതാണെന്ന് പറയാം, അത് വേണ്ട, നിനക്കത് ചേരത്തില്ല, അത് ശരിയാകത്തില്ല. അപ്പൊ യേശുവിൻ്റെ മുൻപാകെ സമർപ്പിക്കപ്പെട്ട് യേശുവിനാൽ അംഗീകരണം കിട്ടിയ ഒരു ടാർഗറ്റ് ജീവിതത്തിൽ ഫിക്സ് ചെയ്യുക. So that is the first and foremost important thing. Fixing the target in life. ഒന്ന് ശ്രമിച്ചു നോക്കി കേട്ടോ. അപ്പൊ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം.
അപ്പോൾ യേശു ഇച്ചിരി കഴിയുമ്പോൾ അംഗീകരണം തരും. ഓക്കെ, ആയിക്കോട്ടെ, നല്ലതാണ്. വേണ്ടാത്ത പറഞ്ഞാൽ പറയും, വേണ്ട, ഇത് നിനക്ക് ചേരത്തില്ല, ശരിയാകും. അപ്പോൾ യേശുവിൻ്റെ മുൻപിൽ സമർപ്പിക്കപ്പെട്ട, യേശുവിനാൽ അംഗീകരണം കിട്ടിയ ഒരു ടാർഗറ്റ്, ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ? ടാർഗറ്റ് ഫിക്സ് ചെയ്യുമോ? അതല്ല, ഇപ്പം ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇപ്പം നമ്മുടെ ഊടിലും ഉറക്കത്തിലും ഉള്ള ഒരു ലക്ഷ്യം പിന്നെ അതായിട്ട് മാറും. മനസ്സിലായോ? Once the target is fixed, നിങ്ങളുടെ ജീവിതത്തിൽ സമസ്ത സമയത്തും ഇതിനെക്കുറിച്ചുള്ളൊരു ചിന്തയായിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം മറന്നു പോമോ? വാട്ട് ഈസ് ഇറ്റ്? ടാർഗറ്റ് ഫിക്സിംഗ് ഇൻ ലൈഫ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ജീവിതത്തിൽ പരിശ്രമം. അംബിഷൻസ് ആൻഡ് ആസ്പിരേഷൻസ് എന്ന് പറയും. അംബിഷൻസ് ആൻഡ് ആസ്പിരേഷൻ. ശ്രദ്ധിച്ച്, ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രതീക്ഷയും പ്രയത്നവും എന്ന് മലയാളത്തിൽ പറയാം. പ്രതീക്ഷ, പ്രയത്നം. അപ്പൊ ഈ പ്രതീക്ഷയും പ്രയത്നവും ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യണം. പ്രതീക്ഷയും പ്രയത്നവും വളരെ സമ്യക്കായി ബാലൻസ് ചെയ്യപ്പെടണം. ചിലരുണ്ട് കേട്ടോ, ഇങ്ങോട്ട് നോക്കിയേ, ഭയങ്കര പ്രതീക്ഷയാണ്, എനിക്ക് ഡോക്ടറാകണം, ഇന്ത്യൻ പ്രസിഡന്റ് ആകണം, അതാകണം, ഭയങ്കര അംബീഷൻസ് ആണ്, ഭയങ്കര. പക്ഷെ പോത്ത് കിടന്നുറങ്ങുന്ന പോലെ സുഖമായിട്ട് കിടന്നുറങ്ങും. നടക്കുമോ? വല്ലോ നടക്കുമോ? ഇല്ല. സോ ദിസ് ഈസ് വൺ തിങ്. ചിലരുണ്ട് വലിയ ടാർഗറ്റും പ്രതീക്ഷയും ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ഹാർഡ് വർക്കാണ്. രാവിലെ എണീറ്റാൽ മുഴുവൻ അങ്ങ് തുടങ്ങും, ഭയങ്കര പണിയും വർക്കും. ഞാൻ പണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ 80കളിൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത്, എൻ്റെ ഡോക്ടറൽ വർക്കിന് വേണ്ടി ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ലാബിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുമുണ്ട്, ഓരോരോ ലാബുണ്ട്. അപ്പം ഞങ്ങളുടെ ലാബിലും കുറച്ച് പെൺകുട്ടികളുണ്ട്. ഞങ്ങളുടെ സാറ് എൻ്റെ ഗൈഡിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു 5-6 പേരുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികൾ എങ്ങനെയാണെന്നറിയാമോ? രാവിലെ ഒരു 9:30 ആകുമ്പം വരും. വന്ന ഉടനെ പിന്നെ ആൺപിള്ളേരെ 7 അയില് തടുപ്പിക്കത്തില്ല, ഉള്ള കെമിക്കലും എടുക്കും, ഉള്ള വർക്ക് നടക്കും. ആണുങ്ങൾക്ക് പിന്നെ 7 അയില് തടുക്കാനൊക്കത്തില്ല. 3:30 പോകുന്നത് വരെ ഇവളുമാരുടെ പണിയായിരിക്കില്ല. അത് ചെയ്യുക, എല്ലാവരും കഴുകുകയും ചെയ്യുക. പിന്നെ ഇവൻ ആൺപിള്ളേരുടെ അടുത്ത് വായിക്കെട്ടി ഇങ്ങനെ നിൽക്കേണ്ടി വരും. കാരണം ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല. ഭയങ്കര ഹാർഡ് വർക്കാണ് കേട്ടോ. പക്ഷേ ഒരു മാസം കഴിഞ്ഞ് സാറ് വിളിച്ച് ചോദിക്കുക, എന്തൊക്കെയായി വർക്ക്? ഒരവക്കവും ഇല്ല, ചുമ്മാ കിടന്ന് മാട് മടച്ചതുപോലെ മിച്ചം. എന്നാൽ ആൺപിള്ളേരുണ്ട് കേട്ടോ. ആൺപിള്ളേരെയാണ് പ്രൈസ് ചെയ്യുമല്ല, ആൺപിള്ളേരങ്ങനെ വലിയ മാട് മടക്കത്തൊന്നുമില്ല. അവരെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് പോയിട്ട് അത്യാവശ്യമുള്ള ലാഭവർക്ക് ചെയ്യും, നല്ല റിസൾട്ടുമായിട്ട് അവർ വെളിയിൽ വരികയും ചെയ്യും. ഒരു മാസം ഈ പെൺപിള്ളേർ കിടന്ന് മാട് മടച്ചത് മിച്ചം. നമ്മൾ പെൺപിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് 3:30 കഴിയുമ്പോൾ ഇവിടുവാരെല്ലാം പോകും. അത് കഴിയുമ്പം പിന്നെ ഫ്രീയാണ്. ഞങ്ങൾ രാത്രിയിലൊക്കെ ഇരുന്ന് ഞങ്ങൾ വർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് നല്ല റിസൾട്ട് വരും. ഐസക് സാറിനൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു മാസം കിടന്ന് മാട് മടച്ചതിന് വല്ല കാര്യമുണ്ടോ? പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി, പ്രോപ്പർ ഇതിനോടുകൂടി വർക്ക് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. കാരണം പെൺകുട്ടികളുടെ നേച്ചറാണ്. വന്നവനെ കിടന്ന് മാട് മടക്കുമ്പോൾ പണി. പക്ഷെ എന്തിനാ പണിയുന്നതെന്ന് ചോദിച്ചാൽ അവർക്കും അറിയാം. സോ ദിസ് ഈസ് ദ 2 sides. അപ്പോൾ ഒരു കൂട്ടര് ഭയങ്കര അംബീഷനാണ്, പക്ഷേ പ്രയത്നം കമ്മി. മറുകൂട്ടര് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ചുമ്മാ കിടന്ന് മാട് മടക്കുന്നവരെ മടക്കി. രണ്ടും യൂസ്ലെസ്. ബോത്ത് ആർ യൂസ്ലെസ്. അതുകൊണ്ടാണ് തിരുമേനി പറഞ്ഞത്, so there should be a proper balancing of the hard work you put and the ambitions you have. ഇത് രണ്ടും കൂടെ ഒരു ബാലൻസ് ചെയ്യണം. മനസ്സിലായോ?
ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത്, once a target is fixed, an appropriate and correlating sort of hard work is earnestly requested from your life. നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആനുപാതികമായി ഉള്ള ഹാർഡ് വർക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് മറക്കുമോ? എന്തുവാ? There should be a proper balancing of the target fixed and the hard work you undertake. Okay? ഈ രണ്ടാമത്തെ പോയിന്റ് മറക്കുമോ? ബാലൻസിങ് ഉണ്ടാകണം. സമയം സാറ് വന്നു ഇല്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ഞാൻ എങ്ങനെ പരീക്ഷ എഴുതാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഞാൻ ഇപ്പോൾ പൊങ്ങച്ചത്തിന് വേണ്ടി പറയല്ല, കുഞ്ഞുങ്ങൾക്കൊരു ഇൻസ്പിറേഷന് വേണ്ടി പറയുക. ഞാൻ ആശ്രമത്തിൽ നിന്നാണ് 15ാമത്തെ വയസ്സിൽ SLC കഴിഞ്ഞിട്ട്, എൻ്റെ വീട് ഇവിടെ അടുത്താണ് വളഞ്ഞോട്ടം. ഞാനിവിടെ 15ാമത്തെ വയസ്സിൽ ഇവിടെ ആലന്തുരുത്തി പള്ളിക്കൂടത്തിലാണ് ഞാൻ SLC പഠിച്ചത്, കടപ്പുറ ഇവിടെ അടുത്ത്. 15ാമത്തെ വയസ്സിൽ SLC കഴിഞ്ഞ് ഞാൻ പത്തനാപുരം താബൂർ ആശ്രമത്തിൽ പോയി. പിന്നെ ഞാൻ ആശ്രമത്തിൽ നിന്നാണ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പഠിച്ചിടത്തെല്ലാം, വീണ്ടും പറയുന്നത് തിരുവേണ്ട പൊങ്ങച്ചത്തിന് വേണ്ടി പറയല്ല, സോ ആസ് എൻ ഇൻസ്പിറേഷൻ ഫോർ യു, ഞാൻ പഠിച്ചിടത്തെല്ലാം ഫസ്റ്റ് റാങ്കിലാണ് ഞാൻ പാസ്. BSc ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, അവിടെ ഞാൻ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. MScക്ക് ഫസ്റ്റ് റാങ്ക് ഞാൻ ഗോൾഡ് മെഡൽ കിട്ടിയത് 1981 മദ്രാസ് യൂണിവേഴ്സിറ്റി. പിന്നെ MPhilലും PhD ഒക്കെ കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു, അവിടെ ഫസ്റ്റായി. അപ്പോൾ പരീക്ഷ എഴുതും പഠിക്കുന്നു അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇഫ് യു ആർ നോട്ട് ദ മൈൻഡ്, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ പരീക്ഷ എഴുതണമെന്ന്. ഇപ്പം പടവാടം സാർ വരുന്നത് വരെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് 2 കാര്യങ്ങൾ തിരുമേനി പറയാം. ഈ ഒന്നാമത്തെ കാര്യം, ഈ നിങ്ങളുടെ പരീക്ഷ എഴുതുന്ന ഒരു ടെക്നിക്ക്, ഇറ്റ് ഈസ് എൻ ആർട്ട്. ആർട്ടെന്ന് പറഞ്ഞാൽ വളരെ എന്തുവാ പറഞ്ഞത്, വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നമ്മുടെ സംസാരത്തിൽ, അക്ഷരത്തിൽ, എഴുത്തിൽ ഓൾവേസ് ക്ലാരിറ്റി. വേഗിനെസ് പാടില്ല. വേഗിനെസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരുമാതിരി വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് കറക്റ്റ് പറയണം. ഇപ്പം സംസാരം തന്നെ നാക്ക് നല്ല കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അക്ഷരസ്ഫുടതയോടെ, ഇപ്പം ഞാൻ പറയുന്ന നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തില്ല. ഈച്ച് ലെറ്റർ ഷുഡ് കം യുവർ ടങ്. ഓരോ അക്ഷരവും നാക്കേ വേണം. അല്ലാതെ അഴുഴ വേഗം പോയെന്ന് ചിലർ പറഞ്ഞ തിരിയത്തില്ല. അപ്പോൾ ക്ലാരിറ്റി ഇൻ സ്പീക്കിംഗ്, അക്ഷരസ്ഫുടത, ഓരോ അക്ഷരവും നാക്കേ വേണം. അത് ഇംഗ്ലീഷ്, whatever may be the language, whether it is English or Malayalam, whatever may be the language. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വേണം. അപ്പം സംസാരത്തിൽ ലെജിബിലിറ്റി, പിന്നെ എഴുത്തിൽ ലെജിബിലിറ്റി വേണം. ചിലരുടെ അക്ഷരം വേണ്ട. ഞാനൊക്കെ ഒരുപാട് പേപ്പർ വാല്യൂ ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ, ഒരുപാട്. ചിലരുടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്ന അധ്യാപകർ പ്രായമുള്ളവരും മറ്റൊരുപാട് എൻഗേജ്മെൻ്റ് ഉള്ളവരും ഒരുപാട് ജീവിതത്തിൽ ടെൻഷൻ ഉള്ളവരും. നിങ്ങളുടെ പേപ്പർ നോക്കുക എന്നുള്ള ജോലി മാത്രമല്ല അവർക്ക് ഒരുപാട് ജീവിത ഭാരത്തിൻ്റെ ഇടയിൽ, ഒരുപാട് ടെൻഷൻ്റെ ഇടയിലായിരിക്കും നിങ്ങളുടെ പേപ്പർ കിട്ടുന്നത് അവരുടെ കയ്യിൽ. അപ്പം നിങ്ങൾ ഗുരുഗുരാന്ന് അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി ഇല്ലാതെ എഴുതിയാൽ അവിടെ എവിടെയും 2 വര ഇടും, നോക്കി അവിടെ ഒരു വട്ടത്താറിനൊരു മാർക്ക് ഇടും. But if your writing is highly legible and transparent, ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് മാർക്ക് വീടും. മനസ്സിലായി? അക്ഷരം, ഹാൻഡ് റൈറ്റിംഗ് ഷുഡ് ബി വെരി ക്ലിയർ. ഇപ്പം എല്ലാവർക്കും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇല്ലെന്നുള്ളത് എനിക്കറിയാം. അതൊരു ഒരു ദൈവികമായ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇസ് എ ഗോഡ് ഗിവൻ. ബട്ട് ഓക്കെ, നമ്മുടെ ഉള്ള അക്ഷരം തന്നെ വ്യക്തമായി വടിവൊത്ത്
ആർക്ക് ഏത് കണ്ണുപൊട്ടനും വായിക്കാവുന്ന രീതിയിൽ എഴുതണം. അത് ചെറുപ്പത്തിലെ പരിശീലിക്കണം. എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര ചെറുപ്പത്തിൽ വലിയ എന്നാലും എഴുതുമായിരുന്നു, എന്തിനും അത്ര സുഖമില്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രായമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉർവശി ശാമൻ്റെ അനുഗ്രഹമായെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ തള്ളവരലിൻ്റെ അറ്റം ഇച്ചിരി മുറിഞ്ഞു പോയി. ഈ തള്ളവരലിൻ്റെ സ്വല്പം ഒരു വിഷൻ്റെ അകത്ത്. അത് കഴിഞ്ഞ പിന്നെ എൻ്റെ നല്ലതായിട്ട് ഞാൻ എഴുതും ഹാൻഡ് റൈറ്റ്. അപ്പോൾ ഞാൻ അവിടെ എല്ലാവരുടെയും വിരൽ മുറിഞ്ഞു പോകണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ ട്രൈങ് യുവർ ലെവൽ ബെസ്റ്റ്, അക്ഷരം ഭംഗിയായി ലെജിബിളായി ആർക്കും വായിക്കാവുന്ന തരത്തിൽ എഴുതാൻ സാധിക്കും. ഇപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയാം. നിങ്ങൾക്കൊരു സൗന്ദര്യബോധം ഇല്ലയോ? ഇല്ല. സൗന്ദര്യബോധം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അവതരിക്കപ്പെടുമ്പോൾ എനിക്ക് എൻ്റേതായ ഒരു എന്താ വേണം, ഒരു അപ്പിയറൻസ് വേണം. അതിനാണല്ലോ നമ്മൾ സൗന്ദര്യബോധം എന്ന് പറയുന്നത്, ഇല്ല? ഈ അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും അവർക്കും സൗന്ദര്യബോധമുണ്ട് കേട്ടോ. ഓരോ അക്ഷരത്തിനും ഓരോ അക്കത്തിനും നമുക്ക് സൗന്ദര്യബോധം ഉള്ളതുപോലെ അവർക്കും എന്തുകൊണ്ട് സൗന്ദര്യം. അപ്പൊ അവരെ വല്ലാതെ എഴുതിയാൽ അവർക്ക് ദുഃഖമായിരിക്കും. ഇപ്പൊ ആ എന്ന് പറയുന്നത് ആയുടെ രീതി ഭംഗിയായിട്ട് എഴുതുമ്പോൾ ആ അക്ഷരത്തിനും ഭയങ്കര സന്തോഷം. ആയൊക്കെ ഇങ്ങനെ കുരുക്കൊക്കെ എഴുതിയ ആ അക്ഷരം ഇരുന്ന് കരയും. പാടില്ല. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, ഞാൻ വലിയ ബ്യൂട്ടി ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരു കാര്യം എഴുതിയാൽ ആർക്കും അത് വായിക്കണം, മനസ്സിലായി? That is, we call it as legible handwriting. A very legible handwriting. അത് ഡെവലപ്പ് ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. കാരണം ഇപ്പൊ നമ്മളൊരു മാറ്റം ഒരിടത്ത് എഴുതി, ചില ഡോക്ടർമാർ മരുന്ന് കുറിക്കുന്നതുണ്ടോ, എഴുതിയ ഡോക്ടർക്കും അറിയാൻ വയ്യ, കൊണ്ടുപോകുന്നതിനാ. പിന്നെ ഈ മെഡിക്കൽ ഷോപ്പുകാരൻ പിന്നെ ഒരുപാട് നാൾ കൈകാര്യം ചെയ്തതായതുകൊണ്ട് 1-2 വരെയൊക്കെ കണ്ട അവൻ ഏകദേശം ഇന്ന മരുന്നാണെന്നറിയാം, അവനെടുത്ത് കൊടുക്കും. പാടില്ല. ഡോക്ടർമാരുടെ കൂട്ട് നമ്മൾ എഴുതരുത്. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അത് ലെജിബിൾ ആയിരിക്കണം, റീഡബിൾ ആയിരിക്കണം, ആർക്കും വായിക്കണം. അങ്ങനെ എഴുതിയെങ്കിലേ പരീക്ഷയ്ക്ക് പ്രയോജനം. ഇല്ലെങ്കിലുള്ളൊരു കുഴപ്പം എന്താണെന്നറിയാം, ഇപ്പം ഈ പരീക്ഷ പേപ്പർ നോക്കുന്ന ആള് അവന് 100,000 അവൻ്റെ ഭാര്യയുടെ പ്രശ്നമുണ്ട്, 100,000 പ്രശ്നമുണ്ട്, ഭാര്യയാണെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പിള്ളേരുടെ പ്രശ്നമുണ്ട്. അവൾ പാപ്പാടെ ടെൻഷൻ അടിച്ചായിരിക്കും നിങ്ങളെ വേർപെടുന്നു പോലെ. അപ്പം ഈ ഗുരുരാ നേരണ്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ എന്ന് അവിടെ ഇവിടെ 2 വരയിട്ട് ഒരു വട്ടത്താപ്പ് മാർക്ക് കിട്ടും. അതേസമയം നിങ്ങളുടെ എഴുത്ത് വളരെ ലെജിബിളും ക്ലിയറും ആണെങ്കിൽ ഈസി റീഡബിൾ ആയിരിക്കണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? യുവർ റൈറ്റിംഗ് ഷുഡ് ബി ഈസി റീഡബിൾ. അത് അക്കമായാലും അക്ഷരമായാലും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അതോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടെ തിരുമേനി നിങ്ങൾക്ക് പറഞ്ഞു തരിക. അതായത് ഈ ലാംഗ്വേജ് വൊക്കാബുലറി എന്ന് കേട്ടിട്ടുണ്ടോ? വാട്ട് യു മീൻ ബൈ വൊക്കാബുലറി? വൊക്കാബുലറി എന്ന് പറഞ്ഞ അർത്ഥം അറിയാവുന്നവരെന്ന് കൈ നോക്കിയേ. ഓക്കെ, ഒരാളെ നോക്കിയുള്ളല്ലോ. വൊക്കാബുലറി മീനിങ് അറിയാവുന്നവരെന്ന് കൈ നോക്കിയേ. വൊക്കാബുലറി. അയ്യോ, ഇംഗ്ലീഷ് മീഡിയമല്ലേ നിങ്ങൾ കുറച്ച് പേരൊക്കെ? വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ പദസമ്പത്ത്. വൊക്കാബുലറി മീൻസ് പദസമ്പത്ത്. പദങ്ങൾ സമ്പത്താണ്. എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ കാശ് തീർന്നു പോകും. എൻ്റെ കയ്യിൽ സൗന്ദര്യമുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വയസ്സനായി കഴിയുമ്പോൾ സൗന്ദര്യം പോകും. സ്വർണമുണ്ടെങ്കിലും വളരും അടിച്ചു മാറ്റും. പക്ഷെങ്കിൽ ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരൊറ്റ കുഞ്ഞിനെ അടിച്ചു മാറ്റാൻ പറ്റില്ല. ഏതാ? പദസമ്പത്ത്, വേർഡ്സ്. അക്ഷരങ്ങൾ, പദങ്ങൾ സമ്പത്താണ്. ഇപ്പം എനിക്കിപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നു, ഇപ്പം ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ മലയാളത്തിൽ പ്രസംഗിക്കുന്നു, നല്ല പദങ്ങൾ എൻ്റെ ട്രഷറിയിലുണ്ടെങ്കിൽ
അടിച്ചിവിടെ ഷൈൻ ചെയ്യാം, അല്ലയോ? ആ പദങ്ങളെടുത്ത് അമ്മാനമാണ് നിങ്ങളെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റും. ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ ചെന്നാൽ നല്ല ഇംഗ്ലീഷിൽ ഭംഗിയായിട്ട് പദങ്ങൾ എടുത്ത് അങ്ങോട്ട് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ആ വൊക്കാബുലറി പദസമ്പത്തും കേട്ട് കഴിയുമ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവൻ അറിയാതെ വീഴും. കുമാരനാശാന്റെ കവിത വായിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? കുമാരനാശാന്റെ ഒരു കവിതയുടെ പേര് പറഞ്ഞു, വീണപൂവ. ശരി, വെരി ഗുഡ്. എനിക്ക് ഈ കവിതയൊക്കെ വലിയ ഇഷ്ടമാണ്. വീണപൂവ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കാറ യാത്ര ചെയ്യുമ്പോൾ വീണപൂവൊക്കെ ഇട്ട് ഞാൻ കേൾക്കും. എനിക്ക് വലിയ ഇഷ്ടമായി ഈ കവിത കേൾക്കുന്നത്. നിങ്ങൾ ആ വീണപൂവ് വായിച്ചു നോക്കണം. അയ്യോ, എന്ത് പദങ്ങളാണ്! പദങ്ങൾ കുമാരനാശാൻ എടുത്തിട്ട് അമ്മാനമാടുക, അദ്ദേഹത്തിന്റെ പദസമ്പത്ത്. അപ്പൊ ഒരു കാര്യം തിരുമേനി പറഞ്ഞു തരികയാണ്. ഇനിയിപ്പം എനിക്കിപ്പോ എത്ര വയസ്സുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക്? ഞാനിപ്പോ എത്ര വയസ്സുണ്ടെന്നാണ് നിങ്ങളുടെ ഒരു ഏകദേശം തോന്നുന്നത്? എത്ര? 60, 75, 70. അത്രയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് 57 വയസ്സേ ഉള്ളൂ. ശ്രദ്ധിക്കേ, ഞാൻ ഈ 57ാമത്തെ വയസ്സിൽ ഇനി പുതിയ പദങ്ങൾ പഠിക്കാൻ പോയാൽ മൈ ബ്രെയിൻ ഈസ് ഓൾറെഡി സിനൈൽ. സിനൈൽ എന്ന് പറഞ്ഞാൽ മോരടിച്ചത്. ബിക്കോസ് നൗ ഐ ആം 57, മൈ ബ്രെയിൻ ഈസ് ഓൾറെഡി സിനൈൽ. എൻ്റെ ഈ കമ്പ്യൂട്ടർ ഇനി പുതിയ പദങ്ങളൊന്നും എടുക്കത്തില്ല. എന്നാൽ നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, യുവർ ബ്രെയിൻ ഈസ് നൗ വിത്ത് യൂത്ത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര പൊട്ടൻഷ്യലാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് പദസമ്പത്ത് വർദ്ധിപ്പിക്കാം. മനസ്സിലായോ? ഈ പ്രായത്തിൽ പറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ, പ്രായമായി കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പ്രായത്തിൽ മാക്സിമം പദസമ്പത്ത് വർദ്ധിപ്പിക്കുക. അത് മലയാളത്തിന് പ്രയാസമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി, ബിക്കോസ് യുവർ മദർ ടങ് ഈസ് മലയാളം, ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് വേർഡ്സ്. അതിന് വലിയ സ്ട്രെയിൻ ഒന്നും വേണ്ട. പിന്നെ വായിക്കണം, മലയാളം നല്ലപോലെ വായിക്കണം കേട്ടോ. ജസ്റ്റ് വായിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി ദ മലയാളം വൊക്കാബുലറി യു വിൽ ഗെറ്റ് മാക്സിമം, ബിക്കോസ് ഇറ്റ് ഈസ് ദ മദർ ടങ്. ബട്ട് കോൺട്രറി ടു ദാറ്റ്, ഇംഗ്ലീഷ് ഈസ് എ ഏലിയൻ ലാംഗ്വേജ് ഫോർ us, അല്ലയോ? നമുക്കൊരു വേറൊരു ഭാഷ. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ മാക്സിമം വൊക്കാബുലറി പിടിക്കണം. അതിന് തിരുമേനി ഒരു എളുപ്പ വഴി പറഞ്ഞു. ചെയ്യുമെങ്കിലേ ഞാൻ പറയത്തുള്ളൂ. വെറുതെ ഞാനിവിടെ നിന്ന് പറഞ്ഞ് ചെയ്യത്തില്ലേ പിന്നെ വെറുതെ പറഞ്ഞിട്ട് ചെയ്യുമെന്നുള്ളവരെന്നൊക്കെ ഞാൻ വൊക്കാബുലറി വർദ്ധിപ്പിക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞുതരാം. ചെയ്യുമെന്നുള്ളവർ മാത്രം ഒന്ന് കൈവൊക്കെ. ശരി, വെരി ഗുഡ്. കൈ കാത്തിട്ട് ഞാൻ ടെക്നിക്ക് പറഞ്ഞുതരാം. ദിവസവും ഇംഗ്ലീഷ് പത്രം അവൈലബിൾ ആയിട്ടുള്ളവര് ഒരു അരമണിക്കൂറെങ്കിലും വായിക്കുക. അല്ല ഉടനെ വായിച്ചാലൊന്നും അർത്ഥം കിട്ടത്തില്ല, കുഴപ്പമില്ല, വായിച്ചു. ഇംഗ്ലീഷ് പത്രം അവൈലബിൾ ആയിട്ടുള്ളവർ, ഇപ്പോൾ എല്ലാ വീട്ടിലും ഒന്ന് ഇംഗ്ലീഷ് പത്രം. നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് പത്രം കാണുമല്ലോ. അപ്പൊ സ്കൂളിൽ ലൈബ്രറിയിൽ ഹാഫ് ആൻ അവർ ഇംഗ്ലീഷ് പത്രം വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പത്രമില്ലാത്തവർ സാരമില്ല, പത്രം ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ കുഴപ്പമില്ല. ഡിക്ഷണറി ഉള്ളവരെല്ലാവരും ഉണ്ടല്ലോ. ഒരു ദിവസം ഒരു പുതിയ ഇംഗ്ലീഷ് വാക്ക്, ഒന്നോ കപ്പാസിറ്റി ഉള്ളവർ രണ്ടായിട്ടോ കുഴപ്പമില്ല, കപ്പാസിറ്റി ഇല്ലാത്തവർ ഒന്ന്, either 1 or 2. അത് പത്രം വായിക്കുമ്പോൾ പത്രത്തിൽ നിന്ന് അറിയാൻ വയ്യാത്ത വാക്ക്. ഇനി പത്രം കിട്ടാനില്ലാത്ത പാവപ്പെട്ട വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ ഡിക്ഷണറി എടുക്കാം. നിങ്ങൾക്കറിയാൻ വയ്യാത്ത 1 or 2, അതിലധികം എടുക്കരുത്, എടുത്താൽ പിന്നെ കൺഫ്യൂഷൻ ആവും. either 1 or 2 ആ വാക്കെടുത്ത് ഒരു നോട്ട് ബുക്ക് അതിനായിട്ട് കീപ്പ് ചെയ്യണം. നല്ലൊരു നോട്ട് ബുക്ക് അതിനായിട്ട് കീപ്പ് ചെയ്യണം. ആ നോട്ട് ബുക്കിന് ഒരു പേര് കൊടുക്കണം. എന്താ? വൊക്കാബുലറി ബുക്ക് അല്ലെങ്കിൽ പദസമ്പത്ത് ബുക്ക് എന്ന പേര് കൊടുക്കണം. വൊക്കാബുലറി ബുക്ക്, ഒരു നോട്ട് ബുക്ക്, അല്ലെ ഡയറി ആയാലും മതി. എവിടെ നിന്നൊക്കെ ഡയറി കിട്ടത്തില്ലേ? ഒരു ഡയറി. എന്നിട്ട് ഒരു വാക്ക്, നിങ്ങൾക്കറിയാൻ വയ്യാത്ത ഒരു വാക്ക് എഴുതണം. അതിൻ്റെ സ്പെല്ലിങ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്,
noun, verb, adverb form, അതിൻ്റെ different forms of that particular word, അതിൻ്റെ usage, spelling, meaning, usage, different forms. ഒരു വാക്ക് അത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് പിടിക്കണം. എന്നാ ചെയ്തില്ലെങ്കിലും ഇത് ചെയ്തിരിക്കണം. ഒരു ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് അല്ലെങ്കിൽ 2 വാക്ക്, അതായത് പറഞ്ഞ കപ്പാസിറ്റി ഉള്ളവർ 2 വാക്ക് പഠിച്ചു. ഇനി കപ്പാസിറ്റി സമയമൊന്നും ഇല്ലാത്ത കപ്പാസിറ്റി ഇല്ലാത്തവരെന്തോ ചെയ്യണം? ഒരു വാക്ക്, ഒരു പുതിയ വാക്ക് ഒരു ദിവസം പഠിക്കുക, ഡയറിയിൽ എഴുതുക. എന്നിട്ട് കൂടെ ഡയറി നോക്കണം ആ വാക്ക്. അങ്ങനെ ഇച്ചിരി കഴിയാൻ നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി എടുക്കുക, ഉറപ്പാണ് നിങ്ങളുടെ. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ അത്രയ്ക്ക് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ബ്രെയിൻ, ഞങ്ങളുടെ ബ്രെയിനിൻ്റെ കൂട്ടല്ല. യുവർ ബ്രെയിൻ ഈസ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ. കമ്പ്യൂട്ടർ അടിച്ചു കൊടുത്ത ടക്കെന്ന് നിങ്ങളുടെ ബ്രെയിനിൻ്റെ മെമ്മറിയിലോട്ട് പോയിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ ഒരു വാക്ക്, ഒരു പുതിയ ഇംഗ്ലീഷ് വാക്ക് ഒരു ദിവസം പഠിക്കുക. പ്രയാസമില്ലല്ലോ. അപ്പം 30 ദിവസം കൊണ്ട് എത്ര വാക്ക് പഠിക്കും? 30 വാക്ക് നിങ്ങളുടെ സ്വന്തമാകുക. പിന്നെ ഒരുത്തം നിയമിച്ചാൽ പോലും അത് അടിച്ചു മാറ്റാനൊക്കെ. മനസ്സിലായോ? ജീവിതത്തിൽ നിങ്ങളുടെ സ്വത്തായിട്ട് മാറുകയാണ്. ചിന്തിച്ചു നോക്കണം. ഈ 30 വാക്ക് നിങ്ങളുടെ സ്വന്തമാവുകയാണ്. ഒരുത്തിനും അത് നിങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റാനൊക്കത്തില്ല. പറ്റുമോ? ഇതുപോലെ ഒരു വർഷം പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരായിട്ട് തീരും? ഭയങ്കര ഭയമായിട്ട് മാറും. ഒന്ന് ചെയ്യാമോ? ഇത് ചെയ്യാൻ പറ്റുമോ? സാർ വന്നു. അപ്പോ ഇത് ചെയ്യും. പരിണത്തിരുമേനയുടെ സ്ഥിതത്തിൽ ഇരുന്നാ പറയുന്നത് ഇത് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പൊന്ന് പറഞ്ഞേ. ഞാൻ ഞായറാഴ്ച വേണ്ട, ഞായറാഴ്ച ഇനിയിപ്പോൾ ഞായറാഴ്ച ഇത് തീരുന്ന വരണ്ട, മൺഡേ മുതൽ തിങ്കളാഴ്ച മുതൽ ഒരു പുതിയ വാക്ക് 1 അല്ലെങ്കിൽ 2 ഞാൻ പഠിക്കും. പഠിച്ചാൽ മാത്രം പോരാ, ഒരു പ്രത്യേക ഡയറി അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യണം വാക്ക്. എന്നിട്ട് വല്ലപ്പോഴും ഇതൊന്ന് മറിച്ച് നോക്കുകയും ചെയ്യാം. അത് ചെയ്യുമെന്നുള്ളവരൊന്ന് കൈവയ്ക്ക്. വെരി ഗുഡ്. ഞാൻ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കയ്യെന്നടിച്ച്. ഇത് നിങ്ങളുടെ ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യം. മനസ്സിലായി? അപ്പം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഞാനൊരു വിഷയമൊന്നും എടുക്കുന്നില്ല. എങ്ങനെ പരീക്ഷ എഴുതണമെന്നുള്ളതുകൂടെ ഞാൻ പറഞ്ഞു തന്നെ. അപ്പോഴത്തേക്കും ഉടമാടൻ സാർ വരും. ഞാൻ നിർത്താം. ഹൗ ടു റൈറ്റ്, ഹൗ ടു ലേൺ ബെറ്റർ. പരീക്ഷ എന്ന് പറയുമ്പോൾ അതുകൂടെ ഞാനൊന്ന് പറയുക. പരീക്ഷയും പരീക്ഷണവുമുണ്ട്. പരീക്ഷ, ഇംഗ്ലീഷിൽ പരീക്ഷ എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് വാക്കെന്താ? എക്സാം. ടെംപ്റ്റേഷൻ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? പരീക്ഷയ്ക്ക് ടെംപ്റ്റേഷൻ എന്ന് പറയും. കർത്താവിനെ സാത്താൻ പരീക്ഷിച്ചു. കർത്താവിന് ടെസ്റ്റ് പേപ്പർ ആണോയിട്ട്, എക്സാം ആണോയിട്ടത്? അല്ല, അത് ടെംപ്റ്റ് ചെയ്യുക. അപ്പം മലയാളത്തിൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്. ടെസ്റ്റ് ഓർ എക്സാമിനേഷൻ ഓർ അത് ഒരു അർത്ഥം. മറ്റൊരർത്ഥം എന്തുകൊണ്ട്? ടെംപ്റ്റേഷൻ. ഇപ്പം പരീക്ഷണം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. പക്ഷേ ടെസ്റ്റ്, എക്സാമിനേഷൻ അവോയ്ഡ് ചെയ്യരുത്. തിരുവേനി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? മലയാളത്തിൽ പരീക്ഷ എന്ന പദത്തിന് ഇംഗ്ലീഷിൽ 2 അർത്ഥമുണ്ട്. നെഗറ്റീവ് അർത്ഥം എന്തുവാ? ടെംപ്റ്റേഷൻ. ദാറ്റ് ഈസ് ദ നെഗറ്റീവ്. എന്നാൽ പോസിറ്റീവിന് എന്തോ പറയും? ടെസ്റ്റ് അല്ലെങ്കിൽ എക്സാമിനേഷൻ. ഈ ടെംപ്റ്റേഷൻ എന്തിനു വേണ്ടി? വാട്ട് ഈസ് ദി എയിം ഓഫ് ടെംപ്റ്റേഷൻ? ടെംപ്റ്റേഷന്റെ എയിം എന്തുവാ? പിശാച് നമ്മളെ പരീക്ഷിക്കുന്നു, ടെംപ്റ്റ് ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയാണ്? ഒന്ന് പറഞ്ഞേ. നമ്മളെ ഗുണപ്പെടുത്താനാണോ? നമ്മളെ തെറ്റിലേക്ക് വീഴിക്കുവാൻ വേണ്ടി, നമ്മളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി, നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി പിശാച് എന്തോ ചെയ്യും? ടെംപ്റ്റേഷൻ കൊണ്ടുവരും. ദാറ്റ് ഈസ് നെഗറ്റീവ്. ഇപ്പോൾ ഒരുപാട് ടെംപ്റ്റേഷനുണ്ട്. മൊബൈൽ, അയ്യോ അതൊക്കെ ഞാൻ പറയാൻ പോയ ഒരുപാട് കാര്യമുണ്ട്. മൊബൈല്, പിന്നെ
അഹിതമായ കമ്പനി അടി. മൊബൈലിൽ കൂടെയുള്ള കമ്പനി അടി ഉണ്ടല്ലോ, അതൊക്കെ കുഞ്ഞുങ്ങളോട് പറയണം, സമയമില്ല, ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. അഹിതമായ ബന്ധം ആപത്താണ്. ഓർത്തോ, അഹിതമായ എന്നുവെച്ചാൽ ഹിതകരമല്ലാത്ത ബന്ധങ്ങൾ ആപത്താണ്. കൊച്ചു കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പെൺപിള്ളേർ ഓർത്തോണം കേട്ടോ. ആദ്യം അവനൊന്ന് വാവിളിച്ച് കാണിക്കും, അത് കഴിയുമ്പോൾ ഒരു മിസ് കോൾ ഇടും, അവസാനം തലയൂരാൻ വയ്യാത്ത ആപ്പിച്ചെന്ന് ചാടും. ഇതൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിക്കുന്ന, അയ്യോ ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ വേഷമാളുമാരുടെ കൂട്ടം വരവും കണ്ട ആൺപിള്ളേർ പിന്നെയും പേരുമാകട്ടെ, ഉള്ള രഹസ്യം എന്ന് പറയുന്നത് പെൺപിള്ളേർ പോക്ക് കേസാണ് ചിലർക്ക്. അതുകൊണ്ട് പൊന്നു ആമ്പിളെ നിങ്ങൾ കൈയെടുക്കട്ടെ, നിങ്ങളും അത് തന്നെയാ, എങ്കിലും കമ്പാരിറ്റീവായിട്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പൊന്നു മക്കളെ, ജീവിതത്തെക്കുറിച്ച് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മൊബൈലിൻ്റെയും ഇതിൻ്റെയും ഉപയോഗം മാക്സിമം ഉപയോഗിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. മാക്സിമം പേരൻസിനെ വിളിക്കാൻ. ആവശ്യമില്ലാത്ത അഹിത ബന്ധങ്ങൾ ആപത്താണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തെ കുറിച്ചിട്ടോ. തിരുമേനി ഇന്ന് പറഞ്ഞ ഡേറ്റും ഇട്ട് പല തിരുമേനിയുടെ മുമ്പേ ചെയ്തിട്ടു. അഹിത ബന്ധങ്ങൾ ആപത്താണ്. പോട്ടെ, ഞാൻ ആ വിഷയമല്ലല്ലോ ഇന്നത്തെ, അല്ലേ ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇങ്ങനെയുള്ള ടെംപ്റ്റേഷൻസ് നിങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യണം. മനസ്സിലായോ? യു ഹാവ് ടു അവോയ്ഡ് ടെംപ്റ്റേഷൻസ് മാക്സിമം പോസിബിൾ. കാരണം ഒരു സാഹചര്യമാണ് നമ്മളെ അതിൽ വീഴിക്കുന്നത്. പ്രത്യേകിച്ച് പെൺപിള്ളേർ ഓർത്തോണം, അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം കേട്ടോ. തൻ്റെ ഇടം വേണം, നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം. ഈ ഞാൻ പെൺപിള്ളേരോട് പറഞ്ഞുതരാം, ആൺപിള്ളേരോടും അത് തന്നെ. ഇപ്പം നിങ്ങൾ ആവശ്യമില്ലാത്ത ബന്ധത്തിന് പോകുമ്പോൾ ഒരു നെഗറ്റീവ് സിഗ്നൽ കൊടുത്താൽ പിന്നെ ഒരുത്തം വായി നോക്കി നിങ്ങളുടെ പുറകെ വരത്തില്ല. അതേസമയം ഒരു പോസിറ്റീവ് സിഗ്നൽ അടിച്ചാൽ ഉറപ്പാവും പിന്നെയും വരും, ഉറപ്പാവും. അതിന് ഇംഗ്ലീഷിൽ ഇപ്പോൾ സാറ് സൈക്കോളജിസ്റ്റാണ് വരുന്നത്, ക്യൂസ് എന്ന് പറയും. CUES, ക്യൂസ്. ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ചില സിഗ്നൽസ്. നിങ്ങളുടെ നോട്ടം, ഡ്രസ്സ്, പിന്നെ പല പരിപാടികളുണ്ട്, അതിനെല്ലാം ക്യൂസ്. അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ വന്നാൽ ഉടനെ നെഗറ്റീവ് സിഗ്നൽ കൊടുത്തേക്കണം. ഒരൊറ്റ പോസിറ്റീവ് സിഗ്നൽ കൊടുത്തുപോയി ആപ്പാവും. അതുകൊണ്ട് ആ പിള്ളേർ ഓർത്തോണം, ഈ പെൺപിള്ളേരും വായി നോക്കികളുണ്ട് കേട്ടോ, കുറേ കൂടും. ആവശ്യമില്ലാത്തത് വന്നാൽ നെഗറ്റീവ് സിഗ്നൽ കൊടുത്തേക്കണം, മനസ്സിലാവും. നോ പോസിറ്റീവ്. അത് വളരെ ശ്രദ്ധിക്കണം. വി ആർ ഗ്രോവിങ് ചിൽഡ്രൻ. നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, നിങ്ങളിപ്പോൾ ഒന്നും അറിയത്തില്ല. അപകടമാണ്. ഞാൻ അപകടമായതുകൊണ്ടാണ് പറയുന്നത്. ആപ്പിച്ചെന്ന് പെട്ടുപോയാൽ പിന്നെ തല ഊരാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പോട്ടെ. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ടെംപ്റ്റേഷൻസ് അവോയ്ഡ് ചെയ്യണം. എന്നാൽ പോസിറ്റീവായിട്ടുള്ള ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സാമിനേഷൻ ഈസ് സംതിങ് പോസിറ്റീവ്. എന്താ പോസിറ്റീവ് എന്ന് തിരുവേൻ പറയാൻ കാര്യം? വൈ എന്താ പോസിറ്റീവ് എന്ന് പറയാൻ കാര്യം? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ടെസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. കാരണം എന്താ? വൈ? അയ്യോ, എന്തുകൊണ്ടത് പോസിറ്റീവാന്ന് പറയാൻ കാര്യം? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, യൂണിറ്റി എന്ന് പറഞ്ഞേ. ഞാനൊരു ക്ലാസ് ആയത് കേട്ടോ, കുഴപ്പമില്ല. എനിബഡി ഷുഡ് സ്റ്റാൻഡ് ആൻഡ് സേ either girls or boys. Anybody? മോൻ പറഞ്ഞ ഏതാണ്ട് കറക്റ്റാ. ഇരിക്കാൻ ഒരു ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷന്റെ റിസൾട്ട് എന്തുവാ? നിങ്ങളെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയാ, ഇല്ല? ഒരു ടെസ്റ്റ് പേപ്പർ കഴിയുമ്പോൾ നല്ല മാർക്ക് കിട്ടും, പാസ് ആകും. അപ്പൊ ടെസ്റ്റ് അല്ലെങ്കിൽ എക്സാമിനേഷന്റെ ലക്ഷ്യം പോസിറ്റീവാണ്, നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി. അതുകൊണ്ട് തീർച്ചയായിട്ടും ടെസ്റ്റിനെയും എക്സാമിനേഷൻ്റെ ഒരിക്കലും ടെൻഷൻ്റെ ആവശ്യമില്ല. സർ, ടെൻഷൻ വേണം ഇതിനോട്, ടെംപ്റ്റേഷനോട് ടെൻഷൻ വേണം. അത് ആവശ്യമില്ലാത്ത അവോയ്ഡ് ചെയ്യും. പരീക്ഷ എന്ന് പറയുന്ന ടെസ്റ്റ് അല്ലെ എക്സാമിനേഷൻ ഒരിക്കലും
ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ആവശ്യമില്ല. നല്ല ചിരിക്കുന്ന മുഖത്തോടെ ഫേസ് ചെയ്യണം ടെസ്റ്റിനെ, എക്സാമിനേഷൻ, വിത്ത് എ സ്മൈലിംഗ് ഫേസ് ആൻഡ് എ സാറ്റിസ്ഫൈഡ് മൈൻഡ്. മനസ്സിൻ്റെ നല്ല തൃപ്തിയോടെ, മുഖത്തിൻ്റെ നല്ല പരീക്ഷാ ഹാളിൽ നല്ല ചിരിച്ചോണ്ട കാരണം കേട്ടോ. അല്ല, കാരണം ഈ പരീക്ഷ എഴുതാൻ പോകുന്നത് എന്തിനാ? ജയിക്കാൻ വേണ്ടിയാ, അല്ലയോ? നിങ്ങൾക്കൊരു ഗുണം വരാൻ വേണ്ടിയാണ് നിങ്ങളീ പോകുന്നത്. അപ്പോൾ അവിടെ അവിടെ ടെൻഷൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? അവിടെ നല്ല ചിരിച്ചോണ്ട് നല്ല ഭംഗിയായിട്ട് കയറി പോകണം. അപ്പോൾ അത് ഇപ്പം പരീക്ഷയെ, എക്സാമിനേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനത്തെ പോസിറ്റീവ് അപ്രോച്ച്, we should develop a positive approach towards the exam or test. But you have to develop a negative approach towards temptations. Okay? ഇനി അടുത്തത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. എങ്ങനെ പഠിക്കണം എന്നുള്ള തിരുമേനി പറഞ്ഞുതരാം. ഹൗ ടു ലേൺ ബെറ്റർ. അങ്ങനെ തന്നെ എഴുതിക്കോ, ഹൗ ടു ലേൺ ബെറ്റർ. നല്ലപോലെ പഠിച്ചാൽ പിന്നെ പരീക്ഷ എഴുതാൻ എളുപ്പമില്ലേ? ഒന്ന് ശ്രദ്ധിച്ച് എൻ്റെ മുഖത്തോട്ട് നോക്കണം. ഒന്നാമത്തെ കാര്യം, പഠിക്കുന്ന വിഷയങ്ങളോട് ഒന്നാമത്തെ കാര്യം ഒരു മമത ഉണ്ടാക്കുക. മമത മാധവി അല്ല കേട്ടോ. മമതാ ബാനർജി ആരാ? അയ്യോ, മമതാ ബാനർജി ആരാ? ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ. അപ്പം മമതാ ബാനർജി അല്ല. വി ഹാവ് ടു ഡെവലപ്പ് an affinity towards the subject we are learning. പഠിക്കുന്ന വിഷയത്തോട് ഒരു അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അടുക്ക, ഭയങ്കര സ്നേഹം. അതിനാണ് നമ്മൾ ഒറ്റ വാക്കി മമത എന്ന് പറയുന്നത്. ഇപ്പം പഠിക്കുന്ന വിഷയങ്ങളോട് ആദ്യമേ മമതയുണ്ടാവണം. ഇപ്പം എനിക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ കാണുമ്പോഴേ കലി കയറും, ഭയങ്കര അലർജിയാണ്. പഠിക്കാൻ ഒക്കുമോ? ഒക്കത്തു. ഇപ്പൊ പഠിക്കുന്ന അതിന് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പൊ നമ്മളിങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്നു, വി ആർ വാക്കിംഗ് ഓൺ ദ thoroughfare, we are seeing so many persons. നമ്മൾ ധാരാളം പേരെ ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കാണാം. നമുക്ക് ഇഷ്ടമുള്ള എല്ലാവരെയും ഇങ്ങനെ കാണുന്നു. നമ്മൾ ചിലരെ നോക്കത്തില്ല, ചിലരോട് ഹായ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങ് പോകും. അതേസമയം ആ കൂട്ടത്തിൽ, നടന്നു പോകുന്ന കൂട്ടത്തിൽ നമുക്കിഷ്ടമുള്ള ഒരാളെ കണ്ടാൽ എന്തോ തോന്നും? ഒരു പ്രത്യേക അടുപ്പം തോന്നും. അവനോട് സംസാരിക്കും, ആളിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കും. ഇല്ല, ഇഷ്ടമുള്ള ആളിൻ്റെ കാര്യമല്ലോ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത്. ഇപ്പം എനിക്കൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെ പോകുന്ന വഴി ഒരുത്തനെ കണ്ട അവൻ എവിടെ പോയാൽ തുടങ്ങാണെന്ന് എനിക്കെന്തോ അവൻ പോകരുത്. അതേസമയം എനിക്ക് ഇച്ചിരി അവനെ കാണുമ്പോൾ ഒരു ആകർഷണം, ഒരു ഇഷ്ടം തോന്നി. അപ്പം പിന്നെ ഞാൻ എന്തോ ചെയ്യും? അവനെക്കുറിച്ച് അല്ലെ അവളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കും. ശരിയാണോ? അപ്പൊ ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടത്. ഇഷ്ടമില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കത്തില്ല, അതെവിടെയെങ്കിലും പോയിട്ട് അവനെ തോന്നും. അപ്പൊ അതുകൊണ്ട് ഒന്നാമത് കൂട്ടുകാര് ഉണ്ടാക്കേണ്ട ഒരു കാര്യം, പഠിക്കുന്ന വിഷയങ്ങളെ സ്നേഹിക്കുക എന്ന്. സാധാരണ സ്നേഹമല്ല, അഫിനിറ്റി എന്ന് പറഞ്ഞാൽ അടുപ്പം, മമത. അപ്പൊ ഇതാണ് പഠിക്കുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ക്രിയേറ്റ് an affinity towards the subject we are learning. പഠിക്കുന്ന വിഷയത്തോട് ഇഷ്ടമില്ലെങ്കിൽ പഠിക്കാൻ നോക്കരുത്. ഒന്ന്. രണ്ട്, ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാനുള്ള ഒരു അന്വേഷണത്വര, എ ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ്സ്. ഇതെന്തോ ഈ വിഷയം എന്തുവാ എന്ന് ഇങ്ങനെ ഉള്ള ഒരു അന്വേഷണത്വരയുണ്ടല്ലോ. അന്വേഷിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകും. ഇത് രണ്ടും പ്രീ റിക്വസിറ്റാണ്.
യഥാർത്ഥ പഠിത്തമല്ല, അതിൻ്റെ ഒരു പ്രാഥമിക സ്റ്റെപ്പാണ്. മനസ്സിലായി? അപ്പം ഹൗ ടു ലേൺ ബെറ്റർ എന്നുള്ളതിൻ്റെ പ്രാഥമിക സ്റ്റെപ്പ് 2 തിരുമേനി പറഞ്ഞു. പ്രാഥമിക സ്റ്റെപ്പാണ് കേട്ടോ. ഒന്നാമത്തെ പ്രാഥമിക സ്റ്റെപ്പ് എന്താ? പഠിക്കുന്ന വിഷയങ്ങളോട് സ്നേഹമുണ്ടാക്കുക, അഫിനിറ്റി ഉണ്ടാക്കുക. 2, ആ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ചോദ്യം ചെയ്യുവാനും അന്വേഷിക്കുവാനും ഉള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. ഇത് 2. ഇനിയുമാണ് നമ്മൾ പഠിത്തത്തിലോട്ട് കയറാൻ പോകുന്നത്. ഇതൊരു പ്രാഥമിക സ്റ്റെപ്പാണ്. ഇനി ഒന്നാമത്തെ സ്റ്റെപ്പ്, പഠിത്തത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് കളക്ട് ദ റിസോഴ്സ് മെറ്റീരിയൽ. 6 എന്ന് പറയും. റിസോഴ്സ് മെറ്റീരിയൽ. റിസോഴ്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? പഠിക്കാനുള്ള സാധനങ്ങൾ. ഒന്നില് ടെക്സ്റ്റ് ബുക്ക്, അല്ലെ സാറ് തരുന്ന നോട്ട്, അല്ലെ മറ്റുള്ളിടത്തു നിന്ന് എഴുതിയെടുത്തത്, ഇങ്ങനെയുള്ള നമ്മൾ ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള റിസോഴ്സസ്. മനസ്സിലായി? സാറ് ക്ലാസ്സിൽ പറഞ്ഞ നോട്ട്സ് തന്നത്, ടെക്സ്റ്റ് ബുക്കിലെ കാര്യം, അല്ലെ പത്രത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കിട്ടിയ അറിവ്, സാറുമാർ ട്യൂഷൻ സാറ് പറഞ്ഞു തന്നത്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് പറയുന്ന പേരെന്താ? റിസോഴ്സ് മെറ്റീരിയൽ. അപ്പോൾ റിസോഴ്സ് മെറ്റീരിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, കളക്ട് ചെയ്യുക, നല്ല അടുക്കി ഫയൽ ചെയ്ത് ഭംഗിയായിട്ട് സൂക്ഷിക്കുക. അതാണ് പഠിത്തത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. സോ പ്രിപ്പയർ ആൻഡ് കളക്ട് the resource material in a very beautiful way. മനസ്സിലായോ? അത് എവിടുന്നേലും തപ്പിപ്പിടിക്കണം. നല്ല നോട്ട്സ്, അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, പിന്നെ പത്രത്തിൽ അതേക്കുറിച്ച് പറയുന്ന അഡീഷണൽ പോയിന്റ്സ്, ഇതെല്ലാം കളക്ട് ചെയ്ത് ഫയൽ ചെയ്ത് അല്ലെ നോട്ട്സ് ബുക്കിൽ വളരെ കറക്റ്റായിട്ട് കൊടുക്കണം. റിസോഴ്സ് പ്രിപ്പറേഷൻ. അപ്പോൾ അതിന് നമ്മൾക്ക് 6 കൊടുക്കാം. ഒന്നാമത്തെ 6. ഇനി തിരുമേനി രണ്ടാമത്തെ ഒരു 6 പറയാൻ പോവാം. അപ്പം ഇതാണ് പഠിത്തത്തിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്. കൂട്ടുകാർ മറക്കുമോ? റിസോഴ്സ് പ്രിപ്പറേഷൻ. റിസോഴ്സ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ടെക്സ്റ്റ് ബുക്ക്, സാറ് പറഞ്ഞു തന്ന നോട്ട്സ്, ട്യൂഷൻ സാറ് തന്നത്, പല പത്രത്തിലോ എവിടുന്നേലും ഒക്കെ കിട്ടിയ അറിവ്, അഡീഷണൽ പോയിന്റ്സ്. ഇപ്പം തന്നെ ഈ മനോരമ പത്രത്തിലൊക്കെ ഇത് വരുമല്ലോ. എന്താ വരും? നിങ്ങൾ പഠിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് എന്താ വരും? പഠിക്കുക. അതിൻ്റെ അത് ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട്, ഇഷ്ടംപോലെ റിസോഴ്സ് നിങ്ങൾക്ക് കിട്ടും, പോയിന്റ്സ് കിട്ടും. അപ്പം ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നല്ല മനോഹരമായി, കണ്ടാൽ തന്നെ പഠിക്കാൻ തോന്നണം, നല്ല മനോഹരമായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കണം. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായോ? അടുത്ത സ്റ്റെപ്പ് പറയാൻ പോവാം. അപ്പൊ ഒന്നാമത്തെ 6 എന്താ? റിസോഴ്സ് മെറ്റീരിയൽ. ഇനി രണ്ടാമത്തെ 6 ഞാൻ പറഞ്ഞു തരാം. രണ്ടാമത്തെ 6 എന്ന് പറയുന്നത് റീഡിങ്. സോ ദ സെക്കൻഡ് R, റീഡിങ്. എൻ്റെ മുഖത്തോട്ട് നോക്കി. റീഡിങ് 2 തരത്തിലുള്ള റീഡിങ് ഉണ്ട്. ഒന്ന് ക്ലറിക്കൽ റീഡിങ്, 2 സ്കോളർലി റീഡിങ്. ഇപ്പം ക്ലറിക്കൽ റീഡിങ് അറിയാമോ? നമ്മുടെ ഈ ഓഫീസിലൊക്കെ ചെന്നാൽ ചില മിക്കവാറും ഇപ്പം ക്ലർക്കുമാരെല്ലാം സ്ത്രീകളാണല്ലോ. ഇരുന്ന് മംഗളവും മാമാങ്കവും വായിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫൈൻ വരും, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കിട്ടും. പിന്നെ എന്താ ഓർഡർ ഇന്നലത്തെ വിശേഷം എന്നൊക്കെ ചോദിച്ച് വായി പഠിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്കും വായിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള വായനയ്ക്കാണ് ക്ലറിക്കൽ റീഡിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്കിമ്മിങ് ഓവർ റീഡിങ്. ഇങ്ങനെ സ്കിമ്മ് ചെയ്യുക, മേളിൽ ഇങ്ങനെ പോകത്തുള്ളൂ, താഴോട്ട് പോകത്തില്ല. ഇപ്പം നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്നു, നിങ്ങൾ ഭയങ്കര ആലോചിച്ച് പഠിച്ചാണ് വായിക്കുന്നത്. ആ ന്യൂസ് പേപ്പർ രാവിലെ എടുത്ത് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ സ്കിം ചെയ്ത് പോകും, അല്ലയോ? ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ദാറ്റ് അടുത്ത നിമിഷത്തിൽ അത് ഓർക്കണമെന്നല്ല നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധം. അപ്പം ഇങ്ങനെയുള്ള വായനയ്ക്കാണ് നമ്മൾ എന്തോ പേര് പറയുന്നത്? സ്കിമ്മിങ് ഓവർ റീഡിങ് അല്ലെങ്കിൽ ക്ലറിക്കൽ റീഡിങ്.
എന്നാൽ രണ്ടാമതൊരു റീഡിംഗ് ഉണ്ട്. അതിൻ്റെ പേര് എന്തോ പേര് തിരുമേനി പറഞ്ഞത് ശ്രദ്ധിച്ച്, സ്കോളർലി റീഡിംഗ്. സ്കോളർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ആ വിഷയത്തെക്കുറിച്ച് അവഗാഹമായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പം സ്കോളേഴ്സ് വായിക്കുന്നത് പോലെ വരികൾക്കിടയിൽ വായിക്കുക, റീഡിങ് ബിറ്റ്വീൻ ലൈൻസ്. അതിനെ പറയുന്നത് സ്കാനിങ് ത്രൂ റീഡിങ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അരിച്ചരിച്ച് ആഴത്തിലേക്ക് ഇറങ്ങി അരിച്ചരിച്ച് വായിക്കുന്നതിനാണ് എന്തോ പറയുന്നത്? സ്കാനിങ് ത്രൂ റീഡിങ്. മറ്റേതിന് വേണ്ടി പറഞ്ഞ എന്തോ? സ്കിമ്മിങ് ഓവർ റീഡിങ്. ഇത് സ്കാനിങ് ത്രൂ റീഡിങ്. ദിസ് ഈസ് സ്കോളർലി റീഡിങ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏത് റീഡിങ്ങാ? സ്കിമ്മിങ് ഓവർ റീഡിങ് ആണോ? വരികൾക്കിടയിൽ വായിക്കണം. അതെങ്ങനെ വന്നു, ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്, ഇതിങ്ങനാണോ, ഇങ്ങനെ അരിച്ചരിച്ച് വായിക്കും. ദിസ് ഈസ് റീഡിങ്. അതോടൊപ്പം ഒബ്സർവേഷനും വേണം. നല്ല ഒബ്സർവേഷൻ കപ്പാസിറ്റി വേണം. പ്രത്യേകിച്ച് സയൻസ് പഠിക്കുന്നവർക്ക് നല്ല പോട്ടെ, അത് വേറൊരു ഭാഗമാണ്, ഞാൻ അതിലോട്ട് ഇപ്പം പോകുന്നില്ല. അപ്പൊ തിരുമേനി ഒന്നാമത്തെ സ്റ്റെപ്പ് ആരെന്തോ പറഞ്ഞത്? റിസോഴ്സ് പ്രിപ്പറേഷൻ. രണ്ടാമത്തത് റീഡിങ്. റീഡിങ് തന്നെ ഏത് റീഡിങ്ങാ? സ്കോർ. അപ്പൊ രണ്ടാമത് വന്നു. ഇനി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. വായിച്ചു കഴിഞ്ഞ് എന്തോ ചെയ്യണമെന്നറിയാമോ? ഇതെല്ലാം അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കണം. മനസ്സിലായോ? ഇങ്ങനെ റീക്യാപിറ്റുലേഷൻ എന്ന് പറയാം. വാക്ക് ഇച്ചിരി കട്ടിയാണ്, നിങ്ങൾ ഓർക്കണം. അതായത് ഡീപ്പായിട്ട് ചിന്തിക്കുന്നതിനാണ് റീക്യാപിറ്റുലേഷൻ. റീക്യാപിറ്റുലേഷൻ അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞാൽ തിങ്കിങ് ഡീപ്പ് ഓൺ. ഇപ്പൊ പഠിച്ച കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ അതിന് മലയാളത്തിൽ നമ്മൾ മനനം ചെയ്യുക എന്ന് പറയും. എന്താ പറയും? മനനം ചെയ്യുക. ഈ വെറുതെ ഈ പിള്ളേർ, പ്രത്യേകിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ എത്ര മണിക്കൂറാണ് കത്തി വെച്ച് കളയുന്നത് കണ്ടിട്ടില്ലയോ? ചുമ്മാ ആവശ്യമില്ലാത്ത വാചകം അടിച്ച് കത്തി വെച്ച് എത്ര മണിക്കൂർ കളയത്തില്ലേ? ആ സമയത്ത് കണ്ണടച്ച് ഇരിക്കണം. ഇരുന്നിട്ട് ഉറങ്ങുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയം, വണ്ടി യാത്ര ചെയ്യുമ്പോഴും ചെയ്യാം. ഏത് സമയം ചെയ്യാവുന്ന മനനം ചെയ്യും. കണ്ണടച്ചിട്ട് ഇന്ന് ഞാൻ എന്തോ പഠിച്ചത്, ആദ്യത്തെ പാരഗ്രാഫ് ഇതായിരുന്നു, അവിടെ ഇതാ പറയുന്നത്, സെക്കൻഡ് പാരഗ്രാഫ്, മൂന്നാമത്തെ പാരഗ്രാഫിൽ ഇതാണ് പറയുന്നത്, ഇന്ന ഓദറിൻ്റെ പേര്, ആ ഇക്വേഷൻ ഇന്നതാണ്. ഇങ്ങനെ മനസ്സിൽ അടുക്ക് ഫോം ചെയ്യുക. മനസ്സിലായോ? തിങ്കിങ് ഓൺ വാട്ട് യു ഹാവ് റെഡ്, വാട്ട് യു ഒബ്സർവ്ഡ്. കണ്ടതും വായിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുക. അതേത് സമയം? കുളിക്കുമ്പോഴും ചെയ്യുക, ഉറങ്ങുന്ന സമയത്ത് ചെയ്യുക, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇന്ന് എന്തൊക്കെ പഠിച്ചാൽ അതിതാ ഇങ്ങനെ അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കിടന്നാൽ ഒരു ഗുണം എന്താണെന്നറിയാം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. തിരുമേനി ഒരു ടെക്നിക്ക് പറയാം. പഠിക്കാൻ വിഷമുള്ള ഇക്വേഷനോ ഫോർമുലയോ എന്തെങ്കിലും മനസ്സിലായോ ഉണ്ടെങ്കിൽ അത് ഉറങ്ങുന്നതിന് മുമ്പ് നല്ലതായിട്ട് ഇങ്ങനെ ചിന്തിച്ചൊന്ന് നോക്കി വായിച്ച് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് കിടന്നു. അപ്പം നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ ഫോർമുലയെ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കോളും. നിങ്ങൾ അറിയത്തില്ല, നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോളും. ബട്ട് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് വിൽ വർക്ക് ഓൺ ഇറ്റ്. രാവിലെ എണീക്കുമ്പോൾ ഉണ്ടല്ലോ, പലരും പരീക്ഷിച്ച് നോക്കോ. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഈസി ആയിട്ട് അത് മനസ്സിലാകും. ഒരു പ്രയാസവും അത് പരീക്ഷിച്ച് നോക്കിക്കോ. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് കറക്റ്റാണെന്ന് നോക്കിയാൽ മതി. അപ്പം ഇതിനാണ് മനനം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം എത്ര 6 തിരുമേനി പറഞ്ഞു? 3, 6 പറഞ്ഞു. എന്തൊക്കെ? 3, 6. ശരി. അപ്പം ഞാൻ വാക്കുകളെ നിർത്താം. 3, 6 തിരുമേനി പറഞ്ഞു. ഏതൊക്കെയാ? റിസോഴ്സ് പ്രിപ്പറേഷൻ, റീഡിങ്, റീക്യാപിറ്റുലേഷൻ അല്ലെങ്കിൽ മനനം ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പഠിത്തം ഈസിയാണ്, ഒരു പ്രയാസമില്ല. ഇപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷാ ഹോളിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീനെ കാണുന്ന പോലെ ഈ പഠിക്കുന്ന സാധനമൊക്കെ കാണാം കേട്ടോ. ഈസിയായിട്ട് എഴുതാം, ഒരു പ്രയാസമില്ല. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സാർ എത്തിക്കഴിഞ്ഞു. നമുക്കിനി ഇത് കത്തിച്ച് ഇന്നത്തെ എല്ലാ പരിപാടി സമയം ഉണ്ടായിരുന്ന തിരുവനന്തപുരം എത്ര മണിക്കൂർ വേണമെങ്കിലും ക്ലാസ് എടുക്കാമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തെങ്കിലും ഇനി നമുക്കിതുപോലെ ക്ലാസ് എടുക്കാം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. കൊച്ചു കൂട്ടുകാർ, കുഞ്ഞുങ്ങളെല്ലാം നല്ലതുപോലെ പഠിച്ച് ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പം, ഒരു ടാർഗറ്റ് ഫിക്സ് ഒക്കെ ചെയ്ത്
നല്ല കുഞ്ഞുങ്ങളായി മലങ്കര സഭയുടെ അരുമ മക്കളായി നിങ്ങൾ എവിടെ പോയാലും സഭയെ മറക്കരുത് കേട്ടോ. 3 അമ്മമാരെ ഒരിക്കലും മറക്കരുത്. ഭാരതമാതാവ്, നൊന്ത് പ്രസവിച്ച അമ്മ, പിന്നെ സഭയാകുന്ന അമ്മ. ഈ 3 അമ്മമാരെ ഒരിക്കലും മറക്കരുത് കേട്ടോ എവിടെ പോയാലും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം കേട്ടോ. എല്ലാവരും നല്ലതുപോലെ പരീക്ഷ എഴുതാൻ തിരുമേനി പ്രത്യേക ഈ പാവപ്പെട്ട തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.